കണ്ണൂർ ഇരിക്കൂറിൽ മോഷണം നടന്ന വീട്ടിൽ നിന്നും കാണാതായ ഹുൻസൂർ സ്വദേശിനി ദർശിത മൈസൂരിന് സമീപം സാലിഗ്രാമത്തിലെ ലോഡ്ജിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ ദുരൂഹത തുടരുന്നു. ഇരിക്കൂർ കല്യാട്ട് കെ.സി. സുമതിയുടെ മകൻ സുഭാഷിന്റെ ഭാര്യയാണ് കൊല്ലപ്പെട്ട ദർശിത. സംഭവത്തിൽ ദർശിതയുടെ ആൺ സുഹൃത്തായ സിദ്ധരാജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സാലിഗ്രാമത്തിലെ ലോഡ്ജ് മുറിയിൽ യുവതിയെ ആൺ സുഹൃത്ത് എങ്ങനെ കൊലപ്പെടുത്തിയെന്നതിലടക്കം അവ്യക്തത തുടരുകയാണ്. സ്ഫോടക വസ്തു വായിൽ വെച്ച് പൊട്ടിച്ചോ വൈദ്യുത ആഘാതം ഏൽപ്പിച്ചോ പ്രതി യുവതിയെ കൊലപ്പെടുത്തിയെന്നാണ് കർണാടക പോലീസിന്റെ പ്രാഥമിക നിഗമനം. മുഖമാകെ വികൃതമായ നിലയിലാണ് ഞായറാഴ്ച യുവതിയുടെ മൃതദേഹം ലോഡ്ജ് മുറിയിൽ കണ്ടെത്തിയത്. മോഷണത്തിന്റെയും കൊലപാതക വാർത്തയുടെയും ഞെട്ടലിലാണ് കല്യാട്ട് നാട്ടുകാർ. മോഷണം നടത്തിയത് ആരെന്ന കാര്യത്തിൽ ഉത്തരം കിട്ടാനുണ്ട്. ദർശിത ക്രൂരമായി കൊല്ലപ്പെട്ടതിന്റെ കാരണത്തിലും വ്യക്തത വന്നില്ല. വിദേശത്തായിരുന്ന ദർശിതയുടെ ഭർത്താവ് സുഭാഷ നാട്ടിലെത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ചയാണ് സുമതയുടെ വീട്ടിൽ നിന്നും 30 പവനും 5 ലക്ഷം രൂപയും മോഷണം പോയത്. അന്നേ ദിവസം 2 വയസ്സുള്ള മകളെയും കൂട്ടി ദർശിത കർണാടകയിലെ സ്വന്തം വീട്ടിലേക്ക് പോയിരുന്നു. തുടർന്ന് മോഷണ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഇവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കൃത്യമായ മറുപടിയൊന്നും ലഭിച്ചില്ല. ഇതിനിടെയാണ് കുഞ്ഞിനെ സ്വന്തം വീട്ടിലാക്കി ദർശിത ആൺ സുഹൃത്തായ സിദ്ധരാജുവിനൊപ്പം സാലിഗ്രാമത്തിലേക്ക് പോയത്. പിന്നാലെ ദർശിതയെ ലോഡ്ജ് മുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ദർശിതയും സിദ്ധരാജുവും തമ്മിൽ കഴിഞ്ഞ 7 വർഷമായി അടുപ്പത്തിലാണെന്നാണ് കർണാടക പോലീസ് പറയുന്നത്.